അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് സംസാരിക്കുകയാണ്. അതായത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സുജൂദ് വളരെ പ്രധാനപ്പെട്ട നിസ്കാരത്തിലെ ഫർദാണല്ലോ. ആ സുജൂദിൽ നമ്മൾ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റുമോ? ആ വിഷയം ഇന്ന് പറയാം. അല്ലെങ്കിൽ അറബിയിൽ ദുആ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ സുജൂദിൽ അധികരിപ്പിക്കൽ വളരെ മഹത്വമുള്ള ദുആ ഏതൊക്കെയാണ്? സുജൂദിൽ ദിക്റുകൾ അധികരിപ്പിക്കാൻ പറ്റുമോ? ദുആ അധികരിപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ ആ ദുആ ഏതാണ്? ആ ദുആ ഒക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. കൃത്യമായി ശ്രദ്ധിക്കണം. കൂടാതെ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, അതിൻ്റെ ശരിയായ രൂപം എന്താണ്, അതിൽ എന്തൊക്കെ വെക്കലാണ് നിർബന്ധം, അതായത് നമ്മുടെ ഏതൊക്കെ അവയവങ്ങൾ എങ്ങനെയാണ് വെക്കേണ്ടത്, ആദ്യം കൈയാണോ വെക്കേണ്ടത്, ആദ്യം കാലാണോ വെക്കേണ്ടത്, തുടങ്ങി പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. സുജൂദ് ചെയ്യുമ്പോൾ ഈ സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിൻ്റെ 14 ഫറളുകൾ നമ്മൾ പറയുന്നിടത്ത് 7ാമത്തെ ഫറളാണ് ഒരു റക്അത്തിൽ 2 സുജൂദ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല ഈ സുജൂദ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ സുജൂദ് നമുക്കറിയാം അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ സുജൂദ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നിസ്കാരത്തിൽ തന്നെ നമ്മുടെ മുഴുവൻ നോട്ടവും സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ്. അതായത് നമ്മുടെ നെറ്റി അല്ലാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. അതായത് അല്ലാഹുവിന് മുമ്പിൽ നമ്മൾ അവിടെ വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. നമ്മൾ മനസ്സിലാക്കണം സുജൂദ് ചെയ്യുക എന്നുള്ളത്. ഈ സുജൂദ് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ശരിയായ രൂപം പറഞ്ഞ് ഇതിലെ ദുആവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സുജൂദിലേക്ക് നമ്മൾ കുനിയുമ്പോൾ തക്ബീർ ചെല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഇപ്പോൾ റുക്കുവിലേക്ക് കുനിയും പോലെ തന്നെ സുജൂദിലേക്കും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുനിയുക എന്നുള്ളതാണ് സുന്നത്ത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇനി സുജൂദിൽ നിന്ന് ഉണരുമ്പോഴും തക്ബീർ ചൊല്ലി ഉണരുക എന്നുള്ളത് സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉണരുക എന്നുള്ളത് സുന്നത്താണ്. അത് നമുക്കൊക്കെ അറിയും. ഇനി സുജൂദിൽ പ്രധാനമായിട്ടും 7 അവയവങ്ങൾ നമ്മൾ വെക്കാം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. 1 നെറ്റി, അതേപോലെ തന്നെ 2 മുൻകൈ, 2 കാൽമുട്ട്, എന്നിട്ട് കാലിൻ്റെ താഴെയുള്ള വിരലുകൾ നമുക്ക് എത്രത്തോളം പറ്റും അത്രത്തോളം ഇങ്ങനെ ആക്കി വെക്കാം. അതായത് കാലിൻ്റെ വിരലുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നമ്മൾക്ക് ചെറിയ കുട്ടികളും യുവാക്കളൊക്കെ ആണെങ്കിൽ ഈ രൂപത്തിൽ തന്നെ ഇങ്ങനെ ശീലിക്കുക. ഇപ്പോൾ തന്നെ അതിന് പ്രായമുള്ളവരാണെങ്കിൽ നേരത്തെ അങ്ങനെ ശീലമുള്ള ആളുകൾക്ക് പറ്റുന്നുണ്ടാവും. ഇനി നമ്മുടെ പറ്റുന്നത്ര രൂപത്തിൽ അത്ര മാക്സിമം നമ്മളിങ്ങനെ തന്നെ വെക്കാം. മിക്ക ആളുകൾക്കും ഇങ്ങനെ പറ്റുന്നുണ്ടാവും. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ കൃത്യമായി സുജൂദിൽ വെക്കേണ്ടത്. കൂടാതെ മൂക്ക് വെക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മൂക്കും നമ്മൾ സുജൂദിൽ വെക്കാം. ഇനി സുജൂദിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം കാൽമുട്ടാണ് വെക്കേണ്ടത്. പിന്നെയാണ് നമ്മൾ കൈ വെക്കേണ്ടത്. ആവശ്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സുജൂദിൽ നമുക്കറിയാം, പുരുഷന്മാരാണെങ്കിൽ കൈ ഇങ്ങനെ ഒരൽപ്പം വിടർത്തിയിട്ട് വെക്കും. സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ഒരൽപ്പം കൂട്ടിയിട്ടാണ് കൈവെക്കാം. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സുജൂദിലെ ദുആവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് സുജൂദിലെ പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കണം. അപ്പം ഈ സുജൂദിൽ അടങ്ങി താമസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നിസ്കാരത്തിൽ സുജൂദിൽ ഒരല്പസമയമെങ്കിലും അവിടെ നമ്മൾ ഒന്ന് സൈലൻ്റായി അവിടെ നിലകൊള്ളുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധം നമുക്കുള്ള സ്ഥിതിക്ക് തന്നെ ആ നിർബന്ധം കൂടി കിട്ടാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമ്മൾ ദിക്ർ ചൊല്ലുക. അതേതാണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നതാണ് സുജൂദിൽ ചൊല്ലേണ്ട തസ്ബീഹ്. ഇതൊരു തവണ ചൊല്ലിയാൽ ആ നിർബന്ധം കിട്ടി. ഒപ്പം ഏറ്റവും അസ്ല് അല്ലെങ്കിൽ ഏറ്റവും ബേസിക്കായ സുന്നത്തും കൂടി നമുക്ക് ലഭിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തസ്ബീഹ് ചൊല്ലാം, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നുള്ളത്. അതിൻ്റെ പരിപൂർണമായതിൽ ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറയുന്നത് അത് 3 പ്രാവശ്യമാണ്. അപ്പോൾ നമ്മളൊക്കെ ചെല്ലുന്നുണ്ടാവും. എന്നാൽ 3 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ ഈ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നുള്ള ഈ തസ്ബീഹ് ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ 3 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇമാം എങ്ങനെയുള്ള ഇമാമാണ്? കുറച്ച് മഅ്മൂമിങ്ങൾ മാത്രമുള്ള, അതായത് നിസ്കാരം ദീർഘിപ്പിക്കൽ പ്രശ്നേ അല്ല അങ്ങനെയുള്ള ഇമാമ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തി, ഇത്തരം 2 ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെല്ലുക എന്നുള്ളത് സുന്നത്താണ്. അത് ഞാൻ പറയാം. അതായത്
ഇപ്പോൾ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പൊതുവായ ഇമാം, ആ ഇമാമിൻ്റെ പിറകെ ഒരുപാട് തരത്തിലുള്ള ആളുകളൊക്കെ വന്ന് ചേർന്ന് നിസ്കരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ഇമാമിങ്ങളൊക്കെ ആണെങ്കിൽ ഈ 3 പ്രാവശ്യം മാത്രമാണ് തസ്ബീഹ് പറയേണ്ടത്. അതായത് നിസ്കാരത്തിലൊരു മിതത്വം അവരൊക്കെ സ്വീകരിക്കണം. നിസ്കാരം ദീർഘിപ്പിക്കാൻ പാടില്ല. കാരണം ചിലപ്പോൾ ജോലികളിലും മറ്റുമൊക്കെ പോകുന്ന ആളുകളുണ്ടാകും, ചില ആളുകൾക്ക് പലതരത്തിലുള്ള തിരക്കുകളുണ്ടാകും. അങ്ങനെ ദീർഘിപ്പിക്കാൻ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതേ സമയത്ത് ഒരു 4 ഇമാമിങ്ങൾ അല്ലെങ്കിൽ 5 ഇമാമിങ്ങൾ അവർക്ക് 5 മൗമുമിങ്ങൾ അല്ലെങ്കിൽ 4 മൗമുമിങ്ങൾ അവർക്ക് നിസ്കാരം ദീർഘിപ്പിക്കുന്നതിൽ തൃപ്തിയാണ്, അവർക്കൊക്കെ അങ്ങനെ നിസ്കരിക്കാൻ വലിയ ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ ഘട്ടങ്ങളിലാണെങ്കിൽ നിസ്കാരം ദീർഘിപ്പിച്ചുള്ള ജമാഅത്ത് അവിടെയും നടത്താം. അങ്ങനെ പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇമാമിങ്ങളാണെങ്കിൽ ഈ സുജൂദിലൊക്കെ തസ്ബീഹൊക്കെ 3 പ്രാവശ്യമാണ് പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നുള്ള ഈ തസ്ബീഹ് ഈ പറഞ്ഞ രൂപത്തിലുള്ള ആളുകൾ, അതായത് വളരെ ക്ലിപ്തമാക്കപ്പെട്ട ജമാഅത്തുൽ ഇമാമും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളും ഇതിൻ്റെ ഏറ്റവും പരിപൂർണ രൂപമായ 11 പ്രാവശ്യം ചൊല്ലാം. 11 പ്രാവശ്യം ചൊല്ലാം സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നുള്ളത്. അവിടെ മനസ്സിലാക്കണം, സുജൂദിൽ ദുആ ചെയ്യാം, പക്ഷെ മലയാളത്തിൽ ദുആ ചെയ്യാൻ പാടില്ല. മലയാളത്തിൽ ദുആ ചെയ്യരുത്, ആ വിഷയം ശ്രദ്ധിക്കാം. മലയാളത്തിൽ ദുആ ചെയ്യരുത്. ഇനി സുജൂദിൽ അധികരിപ്പിക്കേണ്ട തസ്ബീഹുകളെ പറ്റി ഞാൻ പറയാം. ഒന്ന്, ഇത് 11 പ്രാവശ്യം പറയാം. ഇനി അത് മാത്രമല്ല, ഒരു ദിക്ർ കൂടി പറയാം. ഏതാണ്? അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലസി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്ർ കൂടി പറയാം. നേരത്തെ പറഞ്ഞത് 11 പ്രാവശ്യം പറഞ്ഞ് ഈ ദിക്ർ ഒരു പ്രാവശ്യം പറയാം. കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, ഒരു ദുആ കൂടി നമ്മൾ അധികരിപ്പിക്കാം. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി ഔദു ബിറിദാക മിൻ സുഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക അല്ലാഹുമ്മ ഗഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. ഈ ദുആ കൂടി നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട വലിയ മഹത്വമുള്ള ഒരു ദുആ ആണ്, കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ദുആ കൂടി നമ്മൾ അധികരിപ്പിക്കുക. ഇങ്ങനെ ഈ ദുആക്ക് അധികരിപ്പിക്കുക, ഇതിന് വലിയ പുണ്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് ദുആ ചെയ്ത് ദിക്റുകളൊക്കെ അധികരിപ്പിച്ച് സുജൂദ് ദീർഘിപ്പിക്കാൻ പറ്റും. നമ്മൾ മലയാളത്തിൽ ദുആ ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പല ആളുകളുടെയും സംശയമാണ്. ഇനി നിസ്കാരത്തിൽ ഈ സുജൂദ് എന്നുള്ളത് വളരെ മഹത്വമുള്ള കാര്യമാണ്. ഈ നിസ്കാരത്തിന് പുറത്താണ് ഒരാൾ സുജൂദ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, സുജൂദ് ചെയ്യുക എന്നുള്ളത് ഉളൂ നിർബന്ധമുള്ള കാര്യമാണ്. ഇനി അത് നമ്മൾ ശുക്രിൻ്റെ സുജൂദ് ചെയ്യുകയാണെങ്കിലും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുകയാണെങ്കിലും ഈ സുജൂദുകൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉളൂ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ സംശയങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് കൂടി ദുആ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.